അപ്പം എന്നാൽ നമുക്കിന്ന് നമ്മുടെ റൗണ്ടിലെ ലൈറ്റ് ഷോ കാണാൻ പോയത്. കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി നൈസായിട്ട് നമ്മൾ നിർത്തി. പിന്നെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നടന്ന് റൗണ്ടിലെത്തിയപ്പോൾ അതാ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോലെ അതുപോലെ ബ്ലോക്ക്, വണ്ടികളൊന്നും അനങ്ങി. പിന്നെ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാനായിട്ട് കയറി. ഇടയിൽ കുഞ്ഞുട്ടി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കും. പിന്നെ അവിടെ തന്നെ കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് നമ്മൾ പതുക്കെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്കൊക്കെ ആയിട്ട് നടന്നു. ഇപ്പം അടുത്ത മഴ വരണ ഞങ്ങൾ മുന്നേ എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ കയറി ചെന്ന് നമ്മുടെ വേൾഡ് ഒരു ലോകത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യത്തിൻ്റെ ഫ്ലാഗും അതുപോലെ കട്ട് ഔട്ടറൊക്കെ വെച്ച് നല്ലൊരു കിട്ടില്ലൻ വേൾഡ് കപ്പ് വൈബ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മുടെ തൃശ്ശൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ലൈറ്റ് ഷോ മത്സരമായിരുന്നു ഇത്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഇത്രയും നല്ലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നമുക്കിതിലൊരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മഴയുണ്ടായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും പെയ്യാന്നുള്ളൊരു മോഡലാണ് മഴ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മഴ പെയ്തു. അപ്പോൾ പരിപാടി കൊളായെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി നല്ല അടിപൊളിയായി. പിന്നെ തിരക്ക്, അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും റീൽസും കാര്യങ്ങളൊക്കെ കണ്ടും. പിന്നെ സൺഡേ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇനി വീട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഒന്ന് കൂടെ പെങ്ങളും ദേവൂട്ടൻ, പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ കുഞ്ഞൂട്ടി, പിന്നെ ഞങ്ങളുടെ കുഞ്ഞിയും, പിന്നെ അളിയൻ്റെ അച്ഛനമ്മയും, അവരൊക്കെ കൂടെയാണ് ഇന്ന് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളവിടെ നടന്ന് നേരെ നമ്മൾ വടക്കുന്നാഥിന് മുമ്പിലെത്തി. അപ്പോൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പതുക്കെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ തേക്കിൻകാട് കംപ്ലീറ്റ് വണ്ടികളുണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. റൗണ്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു ബ്ലോക്കും, റൗണ്ടിൽ ചെന്നപ്പോൾ അതിനും വലിയ ബ്ലോക്ക്. അപ്പോൾ ഇതുപോലെയുള്ള ദിവസങ്ങൾ തൃശ്ശൂർക്ക് വരികയാണെങ്കിൽ പരമാവധി വണ്ടി എവിടെയെങ്കിലൊക്കെ ഒതുക്കി ഇതുപോലെ നടന്ന് വരിക. അതാകുമ്പോൾ നമുക്ക് പരിപാടി കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ബ്ലോക്കിൽ കിടക്കാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം.